അപകടത്തിൽപ്പെട്ട കാറുകൾ റോഡരികിൽ വീണ്ടും അപകട സാധ്യതയാവുന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മലയോര ഹൈവേയിലെ ചെറുപുഴയിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപത്ത് റോഡരികിൽ ഇരുവശത്തായി 3 കാറുകളുണ്ട്. കഴിഞ്ഞ ദിവസം കൂട്ടിയിടിച്ച 3 കാറുകളും ഇവിടെ തന്നെ പാർക്ക് ചെയ്യിച്ച് പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയിട്ടാണുള്ളത്. അപകടത്തിൽ കാറിൻ്റെ ഡ്രൈവർമാർക്ക് പരിക്കേറ്റിരുന്നുവെങ്കിലും പരിക്ക് സാരമുള്ളതല്ല. എന്നാൽ പ്രശ്നം അതല്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മറച്ചുവെച്ചിരിക്കുന്ന കാറുകൾ പാർക്ക് ചെയ്യുന്നത് ഇതിനു മുൻപ് നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലത്താണ്. നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ പോകുന്ന മലയോര ഹൈവേയിൽ ഇരുഭാഗങ്ങളിലുമായി 50 മീറ്റർ ദൂരത്തിലാണ് കേടായ കാറുകൾ ഉള്ളത്. ഇതുകൊണ്ട് തന്നെ ഇരുഭാഗത്തു നിന്നും മറ്റ് വാഹനങ്ങൾ വരുമ്പോൾ ഇവിടെ സൈഡ് കൊടുക്കാനോ മറ്റുള്ളവർക്ക് കാൽനട യാത്ര ചെയ്യാനോ സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. വാഹനങ്ങളുടെ എണ്ണവും പെരുപ്പവും കൊണ്ട് തിരക്കായ റോഡിൻ്റെ പാർശ്വഭാഗത്തു നിന്നും കാറുകൾ മാറ്റാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മാത്രമല്ല, ജൂൺ 1 സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെയും മറ്റ് വാഹനങ്ങളുടെയും തിരക്കും ഇവിടെ അപകട സാധ്യത ഉണ്ടാക്കും. അപകടത്തിൽപ്പെട്ട കാറുകൾ നടപടികൾക്ക് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുന്നതിൽ കാലതാമസം വരുത്തിയത് ബന്ധപ്പെട്ടവരുടെ നിസ്സംഗതയാണെന്നും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. അപകട സാധ്യത ഏറെയുള്ള ഇവിടെ നിന്നും റോഡിനിരുവശത്തുള്ള 3 കാറുകൾ എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണം എന്നാണ് പ്രദേശത്തുള്ളവരും പറയുന്നത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.